ഇന്ന് നമ്മൾ വീട്ടിലുള്ള ഒരു 3-4 തരം മണി പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ തെങ്ങിൽ പടർന്ന ഒരു മണി പ്ലാന്റ് ആണ്. 2 തരം മണി പ്ലാന്റ്. ഒന്ന് ഇത് നല്ല വൈറ്റിൽ മാർബിൾ ടൈപ്പ് മാർബിൾ ഷെയ്ഡോട് കൂടി അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡോട് കൂടി ആയിട്ട് അടിപൊളി വലിയ ഇല വരുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇതേ തെങ്ങിൽ തന്നെ വേറെ ഒന്നുള്ളത് കുറച്ചുകൂടി പച്ച ഗ്രീൻ ഷെയ്ഡ് കൂടുതലുള്ള വേറൊരു ടൈപ്പാണിത്. ഇത് രണ്ടും നമ്മുടെ ഒരു തെങ്ങിലാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. ഈ ഒരു സെയിം മണി പ്ലാന്റാണ് നമ്മൾ ചുമരിൽ പടർത്തിയത്, അതായത് വീടിൻ്റെ ജനലിൽ പടർത്തിയത്. പക്ഷെ അതിൻ്റെ വലിപ്പം കണ്ടോ, ഇവിടെ ചുമരിൽ പടരുമ്പോഴേക്ക് അതിൻ്റെ വലിപ്പം മാറി. അതിൻ്റെ ഒരു 3 ഇരട്ടി വലിപ്പമുണ്ട് ഇതിൻ്റെ ഇലക്ക്. കണ്ടോ, നമ്മുടെ ഏകദേശം നമ്മുടെ കൈയിൻ്റെ ഒക്കെ വലിപ്പമുണ്ട് ഈ ഒരു ഇലക്ക്. പക്ഷെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ ചുമരിലും പിന്നെ ജനലിലൊക്കെ പടർത്തുമ്പോൾ ചുമരൊക്കെ കുറച്ച് വൃത്തികേടാവും, അത് പൊളിഞ്ഞ് വീഴുമ്പോൾ. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വീട് കാണുമ്പോൾ നല്ലൊരു പച്ചപ്പാണ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, വീട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ മണി പ്ലാന്റ് കംപ്ലീറ്റ് ഇങ്ങനെ ചുമരിലൊക്കെ പടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി ഫീലിംഗ് അത്. വേറൊരു മണി പ്ലാന്റ് ആണിത്, ചെറിയൊരു ടൈപ്പ്, നമ്മുടെ സാധാ നോർമൽ മണി പ്ലാന്റ്. അതിങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ട് ഇതിലോട്ട് പടർത്തിയിട്ടുണ്ട്. ഇത് 2-3-4 ചട്ടിയിൽ നമ്മൾ സൺസൈഡിൽ ഇതിങ്ങനെ പടർന്ന് നിൽക്കുന്നു. ഇത് ജസ്റ്റ് പടർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല ബുഷിയായിട്ട് വന്നാൽ ഇത് നല്ല രസമുണ്ടാവും, നമ്മുടെ വീടിന് കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടാവും. ഇതൊക്കെ നമ്മൾ നല്ല പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റിയ ചെടികളായത്. കൂടുതൽ മെയിൻറ്റെയിൻസ് ഒന്നും ഇല്ലാത്ത, നമ്മൾ സാധാരണ ചെടികൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ജസ്റ്റ് നനച്ചൊക്കെ കൊടുത്താൽ നല്ലോണം തഴച്ച് വളരുന്ന ചെടികളാണ് ഈ മണി പ്ലാന്റ്സ് ഒക്കെ. വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റ് ആയത്. നമ്മൾ സാധാ മണി പ്ലാന്റിനേക്കാളും ചെറിയ ഇല, ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന അടിപൊളി സാധനം. ഇതിൻ്റെ വേറൊരു രൂപം ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നമ്മൾ പൈപ്പിൽ സ്റ്റുഡിയോ ഒക്കെ ചുറ്റി സെറ്റപ്പ് ചെയ്ത് ഇതിൻ്റെ കുറേ തൈകൾ ഇങ്ങനെ മുളപ്പിച്ചാലുണ്ടല്ലോ, സംഭവം സെറ്റാണ്. ഇത് ജസ്റ്റ് കുഴിച്ചിട്ടേ ഉള്ളൂ, ഒരു 1-2 മാസമായി, 2-3 മാസമായി. പക്ഷേ ഇത് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ കയറി ചെല്ലുന്ന സ്റ്റെപ്പിൽ കോലായിലൊക്കെ വെച്ചാലുണ്ടല്ലോ, സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. എനിക്ക് മണി പ്ലാന്റ്സിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനായിരുന്നു. ഇതേ സംഭവം തന്നെ നമ്മൾ വേറൊരു ഷേപ്പിൽ പൈപ്പൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് പടർത്താൻ ഉദ്ദേശിച്ചത്. സക്സസ് ആണ്, പടർന്ന് വരുന്നുണ്ട്. ഇതാ അടിയിൽ നല്ല ബുഷിയായിട്ട് പടർന്ന് വരുന്നുണ്ട്. ഇതും സംഭവം സെറ്റാണ്. ഇതൊരു വേറൊരു നമ്മളൊരു ഐഡിയ തോന്നിയൊരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് അതുമേൽ പടർത്തിയതാണ്. സംഭവം സെറ്റല്ലേ. ഇത് വേറൊരു ടൈപ്പാണ്, എന്താ പറയുക, ഒരു ഗോൾഡൻ യെല്ലോ കലർന്ന ഒരു ഗ്രീനാണ്. നല്ലൊരു എന്താ പറയുക, ഇതുപോലെ തന്നെ പിന്നെ ബുഷിയായിട്ട് നമ്മുടെ ഇങ്ങനെ കോലായിലും സിറ്റ് ഔട്ടിലും കോലായിലൊക്കെ കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ ഫുൾ വേർഷൻ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കോലായിൽ നമ്മുടെ എന്താ പറയുക 3 സീറ്റ് ചെയറിൻ്റെ സൈഡിലൊക്കെ അല്ലെങ്കിൽ കോർണറിലൊക്കെ വെച്ചാൽ അടിപൊളിയാണ്, നല്ല രസമാണ്. ഇതാ നല്ല ഹൈറ്റിൽ തഴമേ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ കോലായിലൊക്കെ അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു സമാധാനമാണ്, അല്ലേ? അത് തന്നെ